LSGI സെക്രട്ടറി എക്സാമുമായി ബന്ധപ്പെട്ട് വിദേശ നയം എന്ന ടോപ്പിക്കാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. വിദേശ നയത്തെ പറ്റിയുള്ള വ്യക്തമായ ആശയങ്ങൾ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപ് തന്നെ ഇന്ത്യയുടെ ദേശീയ നേതാക്കൾ വികസിപ്പിച്ചെടുത്തിരുന്നു. സ്വാതന്ത്ര്യലബ്ധിയോടെ തികച്ചും സ്വതന്ത്രമായ ഒരു വിദേശ നയത്തിന് ഇന്ത്യ രൂപം നൽകി. സ്വാതന്ത്ര്യ സമരത്തിന്റെ കാലഘട്ടത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപപ്പെടുത്തിയ വിദേശ നയമാണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ സ്വീകരിച്ചത്. മറ്റെല്ലാ രാജ്യങ്ങളുടെയും പരമാധികാരത്തെ ബഹുമാനിക്കുന്നതായിരുന്നു ഇന്ത്യയുടെ വിദേശ നയം. സമാധാനം നിലനിർത്തുന്നതിലൂടെ സുരക്ഷിതത്വം നേടുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് ഇന്ത്യ വിദേശ ബന്ധങ്ങൾക്ക് രൂപം നൽകിയത്. ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ പ്രധാന തത്വങ്ങൾ ചുവടെ പറയുന്നു. സാമ്രാജ്യത്വത്തോടും കൊളോണിയൽ വ്യവസ്ഥയോടുമുള്ള എതിർപ്പ്, വംശീയവാദത്തോടുള്ള വിദ്വേഷം, ഐക്യരാഷ്ട്രസഭയിലുള്ള വിശ്വാസം, സമാധാനപരമായ സഹവർത്തിത്വം, പഞ്ചശീല തത്വങ്ങൾ, വിദേശ സഹായത്തിന്റെ ആവശ്യകതയിലുള്ള ഊന്നൽ, ചേരിചേരായ്മ. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനെയാണ് ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ മുഖ്യ ശില്പി എന്ന് വിളിക്കുന്നത്. ഇന്ത്യയുടെ ദേശീയ താൽപര്യങ്ങൾ പരിരക്ഷിക്കുന്ന ഒരു വിദേശ നയത്തിനാണ് അദ്ദേഹം രൂപം നൽകിയത്. ലോകത്തെ എല്ലാ ജനവിഭാഗത്തിന്റെയും സൗഖ്യവും സ്വാതന്ത്ര്യവും ഉറപ്പുവരുത്തുന്ന വലിയ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് എല്ലാവരുമായും സൗഹൃദപരമായ സഹകരണമാണ് നമ്മുടെ ലക്ഷ്യം. ആരുമായും പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്നതാണ് ലോകരാജ്യങ്ങളോട് ഉണർത്താനുള്ളത്. 1947 ജവഹർലാൽ നെഹ്റു നടത്തിയ ഒരു പ്രസംഗത്തിൽ പറയുന്ന ഈ വാക്കുകൾ വിദേശ രാജ്യങ്ങളോടുള്ള ഇന്ത്യയുടെ സമീപനം വ്യക്തമാക്കുന്നു. ജവഹർലാൽ നെഹ്റുവാണ് 1947 മുതൽ 1964 വരെ ഇന്ത്യയുടെ വിദേശകാര്യവുമായി ബന്ധപ്പെട്ട നയങ്ങളെ രൂപപ്പെടുത്തിയതും നിയന്ത്രിച്ചതും. നെഹ്റുവിന്റെ വിദേശ നയത്തിന്റെ പ്രധാനപ്പെട്ട 3 ലക്ഷ്യങ്ങൾ ഇവയായിരുന്നു. കഷ്ടപ്പെട്ട് നേടിയ പരമാധികാരം നിലനിർത്തുക, ഭൂമിശാസ്ത്രപരമായ അഖണ്ഡത സംരക്ഷിക്കുക, ദ്രുതഗതിയിലുള്ള സാമ്പത്തിക വികസനം പ്രോത്സാഹിപ്പിക്കുക. ചേരിചേരായ്മ എന്ന തന്ത്രത്തിലൂടെയാണ് നെഹ്റു ഈ ലക്ഷ്യങ്ങൾ നേടാൻ ശ്രമിച്ചത്. ഭരണഘടനയും വിദേശ നയവും. ഭരണഘടനയിലെ രാഷ്ട്രനയത്തെ സംബന്ധിക്കുന്ന നിർദ്ദേശക തത്വങ്ങളിൽ ഇന്ത്യയുടെ വിദേശ നയത്തെ പറ്റിയുള്ള ലക്ഷ്യങ്ങൾ പ്രതിഫലിച്ചു കാണാം. പ്രധാനമായും ഭരണഘടനയുടെ അനുച്ഛേദം 51 വിദേശ നയത്തെ സംബന്ധിക്കുന്ന നിർദ്ദേശങ്ങളുള്ളത്. അന്തർദേശീയ സമാധാനവും സുരക്ഷിതത്വവും പരിപോഷിക്കാൻ ചുവടെ പറയുന്നവയ്ക്കായി രാഷ്ട്രം പ്രയത്നിക്കേണ്ടതുണ്ടെന്ന് അനുച്ഛേദം 51 പറയുന്നു. അന്തർദേശീയ സമാധാനവും സുരക്ഷിതത്വവും പരിപോഷിപ്പിക്കാൻ, രാഷ്ട്രങ്ങൾക്കിടയിൽ നീതിയുക്തവും അന്തസ്സുറ്റതുമായ ബന്ധങ്ങൾ നിലനിർത്താൻ, അന്തർദേശീയ നിയമങ്ങളെയും കരാർ വ്യവസ്ഥകളെയും ബഹുമാനിച്ചുകൊണ്ടുള്ള സംഘടിത സമൂഹങ്ങളുടെ പരസ്പരമുള്ള ഇടപെടലുകൾ ബഹുമാനിക്കുക, അന്തർദേശീയ തർക്കങ്ങൾ മധ്യസ്ഥ തീരുമാനത്തിലൂടെ പരിഹരിക്കാൻ പ്രേരിപ്പിക്കൽ. പഞ്ചശീല തത്വങ്ങൾ. ഇന്ത്യയും ചൈനയുമായി അതിർത്തി തർക്കമുണ്ടായപ്പോൾ 1954 ഇന്ത്യയും ചൈനയുമായി ഒപ്പിട്ട കരാറാണ് പഞ്ചശീല തത്വങ്ങൾ. ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും ചൈനീസ് പ്രീമിയർ ചൗ എൻ ലായിയുമാണ് 1954 ഏപ്രിൽ 29 സംയുക്ത പ്രസ്താവനയിൽ ഒപ്പുവെച്ചത്. ചൈനയുമായി ഒപ്പിട്ട കരാറാണെങ്കിലും ഇതിലെ നിർദ്ദേശങ്ങൾ തന്നെയാണ് എല്ലാ രാജ്യങ്ങളോടുമുള്ള ഇന്ത്യയുടെ സമീപനം. പഞ്ചശീല തത്വങ്ങൾ ചുവടെ നൽകുന്നു. രാജ്യത്തിന്റെ അതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കുക, പരസ്പരം ആക്രമിക്കാതിരിക്കുക, ആഭ്യന്തര കാര്യങ്ങളിൽ പരസ്പരം ഇടപെടാതിരിക്കുക, സമത്വവും പരസ്പര സഹായവും പുലർത്തുക, സമാധാനപരമായ സഹവർത്തിത്വം പുലർത്തുക. ചേരിചേരാ നയം. ഇന്ത്യൻ വിദേശ നയത്തിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ ഒന്നാണ് ചേരിചേരായ്മ. ശീതസമരത്തിന്റെ പശ്ചാത്തലത്തിൽ ഉയർന്നു വന്ന ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ മുഖ്യശില്പി ഇന്ത്യയായിരുന്നു. 2ാം ലോക മഹായുദ്ധത്തിനു ശേഷം അമേരിക്കയുടെയും സോവിയറ്റ് യൂണിയന്റെയും നേതൃത്വത്തിൽ 2 വിരുദ്ധ ശക്തിക ചേരികൾ ഉയർന്നു വന്നു. ഇവ തമ്മിൽ ആരംഭിച്ച ശീതസമരം ലോക സമാധാനത്തിന് വലിയ ഭീഷണി ഉയർത്തി. ഏതെങ്കിലും ശക്തികളുടെ ചേരിയുടെ പക്ഷം പിടിക്കാൻ ഇന്ത്യ തയ്യാറായില്ല. അതിനാൽ പഞ്ചശീല തത്വങ്ങളിൽ അധിഷ്ഠിതമായ ഒരു സ്വതന്ത്ര വിദേശ നയം രൂപീകരിക്കാൻ ഇന്ത്യ തീരുമാനിച്ചു. ഇത് ചേരിചേരാ നയം എന്ന പേരിൽ അറിയപ്പെടുന്നു. ചേരിചേരാ നയം എന്നത് നിഷ്പക്ഷ നയമോ ഇടപെടാതിരിക്കൽ നയമോ അല്ല, മറിച്ച് ലോകം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെടാനാണ് ചേരിചേരായ്മ ആവശ്യപ്പെടുന്നത്. ഇന്ത്യ ചേരിചേരാ നയം സ്വീകരിച്ചതിന് പല കാരണങ്ങളുമുണ്ടായിരുന്നു. ദീർഘകാലം പൊരുതി നേടിയ സ്വാതന്ത്ര്യം മറ്റാർക്കും അടിയറ വെക്കാൻ ഇന്ത്യ തയ്യാറായിരുന്നില്ല.
ശാക്തിക ചേരികളിൽ അംഗമായാൽ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടും. ഇന്ത്യയുടെ സാമ്പത്തിക പുനർനിർമ്മാണത്തിനും ചേരി ചേരാ നയം ഉതകുമെന്ന വിശ്വാസം അത് സ്വീകരിക്കാൻ കാരണമായി. ചേരി ചേരായ്മയെ ഒരു വൻ പ്രസ്ഥാനമാക്കി മാറ്റുന്നതിൽ ഇന്ത്യ നേതൃത്വപരമായ പങ്കുവഹിച്ചു. മൂന്നാം ലോക രാജ്യങ്ങളുടെ പ്രസ്ഥാനമാണ് ചേരി ചേരാ പ്രസ്ഥാനം. ജവഹർലാൽ നെഹ്റു, സുകാർണോ, മാർഷൽ ടിറ്റോ, നാസർ എന്നിവരായിരുന്നു ഈ പ്രസ്ഥാനത്തിന്റെ മുഖ്യ ശില്പികൾ. 1955 ഇന്തോനേഷ്യയിലെ ബാന്തുങ്ങിൽ ചേർന്ന ആഫ്രോ ഏഷ്യൻ രാജ്യങ്ങളുടെ സമ്മേളനമാണ് ചേരി ചേരാ പ്രസ്ഥാനത്തിന് രൂപം നൽകിയത്. 1956 യുഗോസ്ലോവിയയിലെ ബ്രിയോണിൽ ചേർന്ന മറ്റൊരു സമ്മേളനത്തിൽ നെഹ്റു, ടിറ്റോ, നാസർ എന്നിവർ പങ്കെടുത്തു. ബ്രിയോണി സമ്മേളനം ചേരി ചേരാ പ്രസ്ഥാനത്തിന്റെ രൂപരേഖ തയ്യാറാക്കി. 1961 സെപ്റ്റംബർ 1 നടന്ന ബെൽഗ്രേഡ് സമ്മേളനത്തിലാണ് ചേരി ചേരാ പ്രസ്ഥാനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തത്. നിലവിൽ ചേരി ചേരാ പ്രസ്ഥാനത്തിൽ 120 അംഗരാജ്യങ്ങളാണുള്ളത്. സംഘടനയുടെ കോർഡിനേറ്റിംഗ് ബ്യൂറോ പ്രവർത്തിക്കുന്നത് ന്യൂയോർക്കിലെ UN ഹെഡ്ക്വാർട്ടേഴ്സിലാണ്. ഇന്ത്യയുടെ ആണവ നയം. ആണവായുധങ്ങൾക്ക് എതിരായ നിലപാടാണ് ജവഹർലാൽ നെഹ്റു സ്വീകരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ സമഗ്ര ആണവ നിരായുധീകരണത്തിനായി അദ്ദേഹം വൻ ശക്തികളോട് അഭ്യർത്ഥിച്ചിരുന്നു. എന്നാൽ ലോകത്തിലെ ആണവായുധ ശേഖരം വർദ്ധിച്ചുകൊണ്ടിരുന്നു. 1964 ഒക്ടോബറിൽ ചൈന ആണവ പരീക്ഷണം നടത്തിയതോടുകൂടി ലോകത്തിലെ 5 ആണവ ശക്തികളും ഐക്യരാഷ്ട്രസഭയിലെ സുരക്ഷാ സമിതിയിലെ സ്ഥിരാംഗങ്ങളുമായ അമേരിക്ക, ബ്രിട്ടൻ, സോവിയറ്റ് യൂണിയൻ, ഫ്രാൻസ്, ചൈന എന്നീ രാജ്യങ്ങൾ 1968 ആണവ നിർവ്യാപന കരാർ മറ്റു രാജ്യങ്ങൾക്കു മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചു. ആണവ നിർവ്യാപന കരാർ വിവേചനപരമാണെന്ന നിലപാടാണ് ഇന്ത്യ എക്കാലത്തും സ്വീകരിച്ചിട്ടുള്ളത്. ഇന്ത്യ ആദ്യമായി ആണവ വിസ്ഫോടനം നടത്തിയത് 1974 മെയ് മാസത്തിലാണ്. സമാധാനപരമായ ആവശ്യങ്ങൾക്കായി ആണവോർജ്ജത്തെ ഉപയോഗിക്കുക എന്ന നയത്തോടാണ് ഇന്ത്യക്ക് പ്രതിബദ്ധതയുള്ളത്. ആണവ നിർവ്യാപനത്തെ ലക്ഷ്യം വെക്കുന്ന അന്താരാഷ്ട്ര ഉടമ്പടികളെ ഇന്ത്യ എതിർത്തിരുന്നു. കാരണം അവ ആണവേതര രാജ്യങ്ങൾക്ക് മാത്രം ബാധകമാകുന്നതും 5 ആണവ ശക്തികളുടെ ആണവായുധ കുത്തകയെ നിയമസാധുതയുള്ളതാക്കുന്നതുമാണ്. സമഗ്ര ആണവ പരീക്ഷണ നിരോധന ഉടമ്പടിയിൽ ഒപ്പുവെക്കാൻ ഇന്ത്യ വിസമ്മതിച്ചതിന്റെ കാരണം ഇതാണ്. ഇന്ത്യയുടെ ആണവ രംഗത്തെ നയസിദ്ധാന്തമാണ് ക്രെഡിബിൾ മിനിമം ന്യൂക്ലിയർ ഡിറ്ററൻസ്. യുദ്ധമുണ്ടാക്കുന്ന സാഹചര്യത്തിൽ ആണവായുധം ആദ്യം പ്രയോഗിക്കില്ല എന്നാണ് ഈ സിദ്ധാന്തം ഊന്നി പറയുന്നത്. അതിനൊപ്പം ആണവ വിമുക്തമായ ലോകത്തേക്ക് നയിക്കുന്ന വിവേചനരഹിതവും പരിശോധിക്കപ്പെടാവുന്നതുമായ ഒരു ആഗോള ആണവ നിരായുധീകരണത്തോടുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധതയും ഈ നയം ഊന്നി പറയുന്നു.